എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ്. ഇത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അരി കൊണ്ടുള്ള ഉണ്ണിയപ്പം ആകുമ്പോൾ നമ്മൾക്കത് കുതിർത്ത് പൊടിക്കാനും അരയ്ക്കാനും ഒക്കെയുള്ള ഒരു സമയം എടുക്കും. ഇതാകുമ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഉണ്ണിയപ്പമൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഗോതമ്പിൻ്റെ ടേസ്റ്റ് എടുത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഗോതമ്പ് പൊടിയാണിത്. 1 കപ്പ് ചോറും കൂടെ എടുത്തിട്ടുണ്ട്. ചോറ് കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ച് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുത്ത ചോറ് ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി ശർക്കരപ്പാനിയും കൂടി ഇതിലേക്ക് അരിച്ചൊഴിക്കാം. 200 ഗ്രാം ശർക്കരയാണ് ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് പാനിയാക്കി എടുത്തത്. ഇത് ആദ്യം തന്നെ തയ്യാറാക്കി വെച്ചിരുന്നത്. തണുത്തതിന് ശേഷം മാത്രമേ ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. സാധാരണ നമ്മൾ അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടിൻ്റെ അതേ പാകത്തിൽ വേണം ഗോതമ്പ് പൊടി കൊണ്ടുള്ള കൂട്ടും ഉണ്ടാക്കിയെടുക്കാൻ. കുറേശ്ശെയായി വെള്ളം ഒഴിച്ച് ഇളക്കി അത് ആ കണക്കിന് പാകമാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറുത്ത എള്ള്, ജീരകം ചതച്ചത്, 4-5 ഏലക്ക ചതച്ചത് ഇവയും കൂടെ ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 നുള്ള് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നേരത്തെ തന്നെ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്താണ്. ഇതൊന്ന് തണുത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇത് മിക്സ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് വെക്കുമ്പോൾ ഏലക്കായുടെയും ജീരകത്തിൻ്റെയൊക്കെ ടേസ്റ്റ് ഈ കൂട്ടിലോട്ട് നന്നായിട്ടൊന്ന് ഇറങ്ങി വരും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഈ ഉണ്ണിയപ്പത്തിലേക്ക് ചോറ് ചേർക്കുന്നത് കൊണ്ട് കഴിക്കുന്ന സമയത്ത് ഗോതമ്പ് പൊടിയുടെ ആ ടേസ്റ്റ് നമുക്ക് കിട്ടുകയില്ല. ഉണ്ടാക്കി വരുമ്പോൾ ഇതിൻ്റെ അകം നല്ല സോഫ്റ്റായിട്ടും പുറം നല്ല ക്രിസ്പി ആയിട്ടും വരും. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെയായി കൂട്ട് കോരി ഒഴിച്ചു കൊടുക്കാം. ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ അധികം തീ കൂട്ടിയിടരുത്. കുറഞ്ഞ തീയിൽ വേണം ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണെന്ന്. ചെറു തീയിൽ ഇത് ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഇത് ഉണ്ടാക്കി വരുമ്പോൾ ഗോതമ്പാണെന്ന് നമുക്ക് മനസ്സിലാകില്ല. അത്രയ്ക്ക് ടേസ്റ്റായിട്ട് വരും. കുട്ടികൾക്കാണെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് വളരെയധികം ഇഷ്ടമാണ്. യാതൊരു പണിയുമില്ലാതെ നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ നല്ല ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം. തീർച്ചയായും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കണും കൂടെ വരും. അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.